എടാ അതുലല്ല സോറി, സൗണ്ട് തോമേ, നിന്റെ അച്ഛനെയാണ് അടിച്ച് ആശുപത്രിയിലാക്കിയത്. അമ്മ പറഞ്ഞില്ലഞ്ഞു. ഓ, അമ്മ ആരാന്ന് വെച്ചിട്ട് പറയാ എന്ന് കരുതിയിട്ടായിരിക്കും നിന്നോട് പറയാതിരുന്നത്. വീട്ടിൽ പോയി അന്വേഷിച്ചു നോക്ക്. അടിച്ച് ഹോസ്പിറ്റലിലാക്കിയത് ഇതിന്റെ അച്ഛനെയാ. നോക്കിയപ്പോൾ ആൾക്കാർ മൊത്തം എനിക്ക് സപ്പോർട്ടാണ്. ഇത് കണ്ട ജസ്റ്റിനൊക്കെ എന്ത് ചെയ്തു, കുരുപൊട്ടിട്ട് ഇവള് വീട്ടിലിരിക്കുന്നവരെ വിളിച്ച്. അപ്പൊ പിന്നെ നമ്മള് വായി പൊത്തി മിണ്ടായിരിക്കാൻ മറ്റേ ശ്രീനാരായണ ഗുരു ഒന്നും അല്ല. എന്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ 10 തിരിച്ച് വിളിക്കാതെ പോയി കഴിഞ്ഞാൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് എന്നെ വിളിച്ചാൽ ഞാൻ വിളിക്കും, അല്ലാണ്ട് എന്റെ മാന്യത കീപ്പ് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. എന്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ ഞാൻ തിരിച്ച് 10, 18 ഒക്കെ ഞാൻ തിരിച്ച് വിളിക്കും. അപ്പൊ ഈ തന്തയില്ലാത്തവളെ, പല തന്തയ്ക്ക് പറഞ്ഞവളെ 10 പറയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആര്? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജസ്ന സലീമിന്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ജസ്ന സലീം. ജസ്ന കണ്ണന്റെ പടങ്ങളൊക്കെ വരയ്ക്കുന്ന ഒരു മുസ്ലിം യുവതിയാണ്. അപ്പം കുറെ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അവളെ മുസ്ലിം യുവതി എന്ന് വിളിക്കരുത്, അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയാണ്, അല്ലാതെ അവളെ മുസ്ലിം എന്ന് പറയുന്നത് ഞങ്ങൾക്കും കൂടെ അപമാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജസ്ന സലീമിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാല്, ജസ്ന സലീം ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിലോട്ട് അവര് പായസം ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കണ്ണന് കൊടുക്കാനാണ്. എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പായസം ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ട് ജസ്ന സലീം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയെ തുടർന്ന് നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അതിൽ വ്ലോഗ്സ് ഒരു റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തമ്മിൽ കൊടുത്തിട്ടുള്ളത് പായസമായിട്ടൊക്കെ ജസ്ന സലീം അമ്പലത്തിൽ ചെന്ന സമയത്ത് ജസ്നേനെ ഭക്തജനങ്ങൾ ചേർന്നിട്ട് തല്ലി ചതച്ചു എന്നൊക്കെ ഉള്ള രീതിയിലാണ് തമ്മിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു വീഡിയോക്കകത്ത് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പായസമൊക്കെ ആയിട്ടും ഓരോ പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വീഡിയോ വഴി ഞാനിങ്ങനെ പായസം കൊണ്ട് പോവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിലെ ഓരോ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതായത് അവിടുത്തെ പായസം ഭക്തര് വരുമ്പം അവരങ്ങ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നമ്മള് ദൈവത്തിനായിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് അത് ലേലം വിറ്റ് പോകുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പം ഈ ജസ്ന ഇങ്ങനെ പായസം കൊണ്ട് ചെല്ലുന്ന അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ല. അതായത് നമ്മൾ അങ്ങോട്ട് പായസം കൊണ്ട് കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അതുപോലെ തന്നെ അന്യ മതസ്ഥർക്ക് അവിടെ പ്രവേശനം ഇല്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൽ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഓരോ അമ്പലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ പള്ളികളിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഒന്നിനും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഇവള് വൈറലാവാൻ വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തെ തമ്മിലടുപ്പിക്കാൻ നോക്കുന്നു, പിന്നെ ഒരു വർഗീയത പരത്താൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൽ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആ ഒരു തമ്മിലും അതുപോലെ തന്നെ ആ വീഡിയോക്ക് അകത്തുള്ള കണ്ടന്റ്, അതുപോലെ വീഡിയോയ്ക്ക് താഴെ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് ജസ്നയ്ക്ക് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ ജസ്ന ഒരു മറുപടി ആയിട്ട് വന്നതാണ് നിങ്ങളിപ്പോ കണ്ടത്. ആ മറുപടി എന്ന് പറയുമ്പം കുറച്ച് കൂടിപ്പോയി. കാരണം ആ ഒരു വീഡിയോയിൽ അതില് ജസ്നയുടെ ഫാമിലിനെ ഒന്നും പറയുന്നില്ല, ജസ്നേനെ മാത്രം ജസ്ന ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇതിങ്ങനെ സംസാരിക്കുന്നത് തന്നെ ജസ്ന ഓരോന്നിങ്ങനെ കാണിച്ചു കൂട്ടുന്നത് കൊണ്ടാണല്ലോ. ഇപ്പം അമ്പലത്തിൽ പോയി റീൽസ് ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ എന്താ താന് തികഞ്ഞ ഒരു കൃഷ്ണ ഭക്തയാണ്, കൃഷ്ണനെ ഒരുപാട് ഇഷ്ടമാണ്, കൃഷ്ണന്റെ മകനെ പോലെയാണ് ഞാൻ കൃഷ്ണനെ കാണുന്നത്, ആ രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ജസ്ന. ഞാൻ എന്റെ സ്വന്തം മതം പോലും കൃഷ്ണന് വേണ്ടി കളയാൻ തയ്യാറാണെന്ന് പറയുന്നു, പക്ഷെ കളയുന്നില്ല. ഈ 2 വള്ളത്തിലും കാലി ചവിട്ടിക്കൊണ്ടുള്ള ആ ഒരു ജീവിത രീതിയിലാണ് ഇപ്പം ജസ്ന പിന്തുടർന്നുകൊണ്ട് പോകുന്നത്. അതായത് അമ്പലത്തിൽ പോകണം, കണ്ണനെ കാണണം, കണ്ണനെ ഒരുപാട് ഇഷ്ടമാണ്, കണ്ണിന് വേണ്ട നേർച്ചകളോ കാഴ്ചകളൊക്കെ കൊടുക്കണം, അതായത് ഈ പായസമൊക്കെ പോലെ കൊണ്ട് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുകയും വേണം, പക്ഷെ മുസ്ലിം മതവും വേണം. അവിടെയും പോയി നിന്ന് വെളിയിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഇടുന്നു. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും ഒരു കുഞ്ഞായിട്ട് നമ്മൾ ജനിക്കുമ്പം അവരേതൊരു മതത്തിലാണോ ആ ഒരു മതത്തിൽ തന്നെ ആയിരിക്കും നമ്മളും തുടർന്ന് വരിക. കാലക്രമേണ നമ്മൾ വലുതാവുമ്പോൾ നമുക്ക് ഈ ഒരു മതം വേണ്ട, അല്ലെങ്കിൽ മറ്റൊരു മതം നല്ലതായിട്ട് തോന്നി, അല്ലെങ്കിൽ എനിക്ക് മതമേ വേണ്ട, അല്ലെങ്കിൽ എന്താ മറ്റൊരു മതം സ്വീകരിക്കാനുള്ള ഒരു നിയമം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് അത് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു നിയമമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷെ ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെയൊക്കെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ പെരുമാറാനായിട്ട് പാടില്ല. ഇപ്പൊ ഞാന് എന്താ
ക്രിസ്ത്യാനിയാണ്. അപ്പം ഞാനൊരിക്കലും മുസ്ലിങ്ങളുടെയോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയോ അതായിട്ടുള്ള ഒരാചാരങ്ങളിൽ ലംഘിക്കാനോ അല്ലെങ്കിൽ അവരുടെ മതത്തെ ദുഷിച്ചു പറയാനോ അല്ലെങ്കിൽ മോശം പറയാനോ ഒന്നും പോവുകയോ അല്ലെങ്കിൽ അവരുടെ അമ്പലത്തില് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആചാരം കാണും. ചിലപ്പം പുരുഷന്മാര് ചെല്ലേണ്ട സ്ഥലത്ത് ഷർട്ടൊക്കെ ഊരിട്ടായിരിക്കും ചെല്ലേണ്ടത്. ഞാൻ ഷർട്ട് ഇട്ടുകൊണ്ടേ ചെല്ലത്തുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ മതത്തെ വ്രണപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കത്തക്ക രീതിയിലൊന്നും നമ്മൾ പെരുമാറാനായിട്ട് പോകുന്നില്ല. കാരണം നമ്മൾ ആ ഒരു മതത്തിലല്ലാത്തതുകൊണ്ട് മറ്റൊരു മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഒരിക്കലും നമ്മൾ തെറ്റിക്കാനായിട്ട് പോകരുത്. ജസ്ന സലീമിന് ആവശ്യത്തിലധികം പേരുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നൽകിയിട്ടുണ്ട്. അതായത് കപടഭക്തിക്കാരിന്നും അതുപോലെ തന്നെ ഹണി ട്രാപ്പുകാരിന്നും പിന്നെ വർഗീയവാദി, പിന്നെ കൃഷ്ണനെ വരയ്ക്കുന്ന പേരിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കൃഷ്ണന്റെ ഭക്തയാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം യുവതിയാണ്, ഈ ഒരു കാര്യത്തിലൊന്നും ഒരു അടക്കോ ഒതുക്കോ ഉള്ള ഒരു സ്ത്രീയായിട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു അടക്കോ ഒതുക്കോ ഉള്ള അങ്ങനത്തെ ഒരു സ്ത്രീ ആവണം എന്നല്ല. ഇപ്പം കൃഷ്ണനെ നേർന്ന് തിരിച്ചു വന്നു കഴിയുമ്പം ഒരു ലൈവ് ഇട്ടാല് വായിക്കൂടെ വരുന്ന സംസാരം ആ ഒരു രീതിയിലാണ്. അതായത് ഒരു ഭക്ത ചെയ്യുന്ന രീതിയിലല്ല അവരുടെ സംസാരം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഓരോ ഭാഷകളും പ്രയോഗിക്കുന്നത്. ഇപ്പൊ തന്നെ ഇവള് ചെയ്ത ഒരു കാര്യം ഇഷ്ടപ്പെടാതെ അതിൽ പ്രതികരിച്ച സമയത്ത് അതിൽ തികച്ചും പേഴ്സണലായിട്ട് ഇവളുടെ കാര്യം മാത്രം പറഞ്ഞപ്പം അതിലിന്റെ അച്ഛനെ പറയുന്നു, അമ്മയ്ക്ക് അറിയത്തില്ല, അച്ഛൻ ആരാന്ന് അറിയത്തില്ല, എന്തൊരു മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ ഒരു തമ്മയിലും കാര്യങ്ങളും ഇടുമ്പം കാണുന്ന ആളുകളെ അട്രാക്ട് ചെയ്യിക്കാനായിട്ട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും പലപ്പോഴും ഇടാറുണ്ട്. പക്ഷെ അതും ഒരു ലിമിറ്റ് വിട്ട് പോകാൻ പാടില്ല. കാരണം ഇപ്പം ഇവിടെ അവിടെ ചെല്ലുന്നപ്പോഴത്തേനും അവർ അമ്പലത്തിൽ ദേവസ്വം ബോർഡ് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഭക്തജനങ്ങളുണ്ട്, ഇവരാരും അവൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ തല്ലി ചതച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താ ഒരു നടക്കാത്തൊരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് പറയുമല്ല. അതുപോലെ തന്നെ കഴിഞ്ഞൊരു ദിവസം ഞാൻ അതിന്റെ ഒരു തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ ഷഹല എന്ന് പറയുന്ന ആ സ്ത്രീ ഇങ്ങനെ ഒരു മൊബൈൽ ജീവനക്കാരന്റെ കൂടെ ചാടിപ്പോയ സംഭവത്തില് ജീവിച്ചിരിക്കുന്ന ഒരു യുവതി മരിച്ചു എന്നുള്ള രീതിയിൽ ശകല മരണപ്പെട്ടു എന്ന് കൊടുത്തിരിക്കുകയാണ്. അതായത് അവള് മരിച്ചിട്ടില്ല, അവള് ചെയ്തത് തെറ്റ് തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് 3 മക്കളും ഉള്ള ഒരാളുടെ കൂടെ ചാടിപ്പോയത് ഏറ്റവും തെറ്റ് തന്നെയാണ്. അപ്പം എന്നാലും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നമ്മൾ മരണപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അപ്പൊ അതൊക്കെ ഒരു തമ്മിലായിട്ട് കൊടുക്കുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റും കാര്യങ്ങളും പബ്ലിക്കലി വന്ന് ചെയ്യുമ്പം അതില് വിമർശനങ്ങൾ ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും കൂടെ വേണം. ജസ്ന സലീമിന്റെ ആ ഒരു തമ്മിൽ ഇട്ടതിന്റെ ട്രിഗേർഡ് ആയിട്ടാണ് ജസ്നയും ഇതുപോലുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. എന്തായാലും ജസ്ന ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അതിലും മിണ്ടാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? അതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോയുടെ ഭാഗങ്ങളൊന്നും ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല. കാരണം ജസ്ന പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ ഡോസ് കൂടുതലായിട്ട് തന്നെ അതിനുള്ള മറുപടിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. റീച്ച് എല്ലാം കുറഞ്ഞു വരുമ്പം അല്ലെങ്കിൽ കുറെ ആൾക്കാരുടെ ശ്രദ്ധ മാറി പോകുന്ന സമയത്തെല്ലാം ജസ്ന ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും കൊണ്ടുവരും. അപ്പം ഇടയ്ക്ക് ഒന്ന് ഒരു എന്തോ വയ്യായികയാണെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് മാറി ചെയ്തെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളാണോ എന്ന് പറഞ്ഞു വന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അവരുടെ ഭാഗത്തു നിന്നുള്ള നഷ്ടപരിഹാരങ്ങളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷെ അതിനെപ്പറ്റി ഒന്നും നടക്കുവോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അതെടുത്ത് വെച്ച് ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. 1-2 പേര് വീഡിയോസ് ഒക്കെ ഇട്ടെങ്കിലും ജസ്നനെ തന്നെ കളിയാക്കിക്കൊണ്ടും ബ്ലെയിം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ നല്ലത് ചെയ്തെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്ത് വെച്ച് സംസാരിക്കുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തേനെ. അതുപോലെ അതുലിന്റെ മറുപടി കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുലിന്റെ ചാനലിൽ പോയി കണ്ടാൽ മതി. ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര മഴയാണ്. നിങ്ങളുടെ ആ ഭാഗങ്ങളിലൊക്കെ മഴയുണ്ടോ? നിങ്ങളൊക്കെ സേഫ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും സേഫ് ആണ്. അതുപോലെ തന്നെ തൊണ്ടവേദന ജലദോഷം ഒക്കെ ഉണ്ട്. മഴയൊക്കെ നനഞ്ഞ് നിങ്ങളും പനിയൊന്നും പിടിപ്പിക്കാതെ നന്നായിട്ട് ഇരിക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.